അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു രംഗം ആലോചിച്ച് നോക്കി. മൂസ നബി ചോദിക്കുകയാണ്, അള്ളാഹുവേ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ റബ്ബേ? അതിന് അള്ളാഹുവിന്റെ മറുപടിയും അത്ഭുതമാണ്. എന്നെ കാണാൻ കഴിയില്ല എന്നല്ല അള്ളാഹ് പറയുന്നത്, ലൻ ഉറാ എന്നല്ല, എന്നെ ഒരിക്കലും കാണാൻ കഴിയില്ല, അതല്ല മറുപടി. എന്താ മറുപടി? നിങ്ങൾക്ക് ഇവിടെ വെച്ച് എന്നെ കാണാൻ പറ്റൂല. എവിടെ വെച്ച് കാണാം? സ്വർഗത്തിൽ വെച്ച് കാണാം. നിങ്ങൾക്ക് ഇവിടെ വെച്ച് എന്നെ കാണാൻ പറ്റൂല. അതാ പറഞ്ഞു, ലൻ തറാനി, ലൻ ലിതഅബീദ്, ലിതഅബീദ് ദഹരി. ഈ ഭൂമിയുടെ കാലഘട്ടത്തിനിടയിൽ ഭൂമിയിലായിരിക്കെ മൂസ നബിയെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല. അതാണ് ലൻ തറാനി. നിങ്ങളുടെ ജസദിലായി, ശരീരത്തിലായി നിങ്ങൾ നിൽക്കുന്ന ഈ സമയം കാണാൻ കഴിയില്ല, അതുകൊണ്ട് താങ്ങാൻ കഴിയില്ല മൂസ നബിയെ. അപ്പോഴും ചോദിച്ചു, അള്ളാഹു എന്നാലും എനിക്കൊന്ന് കാണിച്ചു തന്നൂടെ എന്ന്. അള്ളാഹുവിന്റെ സംസാരം കേട്ടു സയ്യിദന മൂസ നബി അലൈഹിസ്സലാം. ആ സംസാരം കേട്ട വൃക്ഷം ഇന്നും അവിടെ ഉണ്ട്. 5000 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു ചെറിയ ചെടി, ലോകത്ത് അത്ഭുതമായി നിൽക്കുന്ന ഒരു ചെടിയാണിത്. ദ ബേണിംഗ് ബുഷ് എന്നതിന് പറയാം. മിന ഷജറത്തിൽ മുബാറക ജാനിബ് ശർഖി. അള്ളാഹുവിന്റെ സംസാരം കേട്ട ആ ഒരു വൃക്ഷം എന്ന് ഖുർആൻ. ഒരു ചെടി, ഒരു വള്ളിച്ചെടിയാണ്. അത് അവിടെ ഉണ്ടാവുള്ളൂ. സിനാ മരുഭൂമിയിലെ സെയിന്റ് കാത്തറിൻ സിറ്റിയിലെ സെയിന്റ് കാത്തറിൻ ചർച്ചിന്റെ ഉള്ളിലാണ് അതുള്ളത്. അവിടെ പോയാൽ കാണാൻ വേണ്ടി ഇപ്പുറത്തെ പള്ളിയുണ്ട്, ചർച്ചുണ്ട്. അവിടെ ആ ചർച്ചിൽ വർക്ക് ചെയ്ത, നൂറ്റാണ്ടുകൾ വർക്ക് ചെയ്ത അച്ഛന്മാരുടെ തലയോട്ടി മാത്രമുള്ള റൂമുണ്ട്. അതിൽ ഫുള്ള് തലയോട്ടികളാണ്. അവിടെ വർക്ക് ചെയ്ത അവിടുത്തെ ഇമാമാരെന്ന് പറയാൻ പറ്റില്ലല്ലോ, അവിടുത്തെ പാട്രിയാർക്കീസുമാർ, ഫാദർമാർ, അവരുടെ ശവക്കല്ലറിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന ഉർഫത്തുൽ ജുംജുമ എന്നാ പറയാ. ഇത് ഈജിപ്തിന്റെ ഭാഗമാണ്. അവിടെ കാണാൻ പറ്റും. ഫുള്ള് തലയോട്ടിയ റൂം നിറയെ. ചെയ്യാൻ പറ്റും. നമ്മുടെ ദീനിന്റെ ഒരു ബഹുമാനം നോക്കണം. ഒരു മയ്യത്തിനെ എങ്ങനെ കൊണ്ടുപോയി മറവ് ചെയ്യുക? ആ മയ്യത്തിട്ട് കളിക്കാൻ പറ്റും, തലയോട്ടെ കൊണ്ടെടുത്ത് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ലല്ലോ. അതൊരു ജസദിന്റെ ഭാഗം, അതിനെ ഇഹ്തിറാം ചെയ്യണമെന്ന്. ഇരിക്കട്ടെ, അവർക്ക് അവരുടെ ലഹുക്കും ദീനുക്കും വലിയ ദീൻ. അപ്പോ മൂസാ നബി അലൈഹി സ്വലാം ഈ സംസാരം ഇങ്ങനെ കേൾക്കുകയാണ് അള്ളാഹുവിന്റെ. അപ്പൊ കാണാൻ കൊതിയാവും. ഈ പ്രേമം തുടങ്ങൽ എങ്ങനെയാണല്ലോ, ആദ്യം മിസ് കോളാ വരിക, പിന്നെ മെസ്സേജ് ആയി, പിന്നെ അത് ചാറ്റിംഗ് ആയി, പിന്നെ അത് വോയിസ് ആയി, പിന്നെ നേരെ വിളിക്കലായി, പിന്നെ എവിടെയെങ്കിലും അപ്പോയിന്റ്മെന്റ് ആയി, പിന്നെ തട്ടിക്കൊണ്ടോലും, പിന്നെ കുട്ടികളും മക്കളുള്ളോലും ഇല്ലാത്തവരും ഒക്കെ പോകുന്നേ. ഇതിന്റെയൊക്കെ തുടക്കം ഈ ശബ്ദമാണ്. പക്ഷെ അതൊരു നല്ല മഹാനായ സയ്യിദുന മൂസ നബി അലൈഹി സ്വലാമിൻ്റെത് പവിത്രമായ സൈക്രഡ് ലവ്, പവിത്രമായ സ്നേഹമാണ്. അല്ലാഹു എനിക്ക് നിന്നെ ഒന്ന് കാണണം റബ്ബേ. കഴിയൂല മൂസ നബിയെ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല, എന്നെ കാണപ്പെടൂല എന്നല്ല അള്ളാഹു പറയാം. അങ്ങനെയാണെങ്കിൽ ലൻ ഉറാ എന്ന് അള്ളാഹ് പറയാ. അങ്ങനെയല്ല, ലൻ തറാനി, യു കനോട്ട് സീ മീ. അള്ളാഹുവിനെ കാണപ്പെടാത്തതുകൊണ്ടല്ല, അള്ളാഹു അത് കഴിവുള്ളവർക്ക് അള്ളാഹ് കാണിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. പക്ഷെ മൂസ നബിയെ നിങ്ങൾക്ക് ഈ ഭൗതിക ശരീരത്തിൽ കാണാൻ പറ്റൂല. എന്നാലും എന്നാ പറഞ്ഞ മൂസ നബിയെ, നിങ്ങളുടെ ശരീരം ചെറിയ സാധനല്ലേ, എന്തായാലും ഒരു 100 കിലോ, വലിയൊരു തടിയുള്ള ആള് 130, 150 കിലോ. ഒരു മലയുടെ ഭാരത്രയാ, ഒരു പർവ്വതത്തിന്റെ ഭാരത്രയാ. സീനാ പർവ്വതത്തിന്റെ ഇപ്പുറത്തുണ്ട് ജബലുദ്ദക്ക. ജബലുദ്ദക്ക എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ പ്രകാശം, റബ്ബിന്റെ തജല്ലി ആ പർവ്വതത്തിലേക്ക് നീങ്ങിയപ്പോ അതങ്ങ് അമർന്നു പോയതാണ്. ആ പർവ്വതത്തിനാണ് ജബലുദ്ദക്ക എന്ന് പറയാ. അത് ഇപ്പോഴവിടെ ഉണ്ട്. ആ പർവ്വതം കാണാൻ പറ്റും. فلما تجلى ربه للجبل جعله دكا وخر موسى صعقا. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രകാശത്തിന്റെ തജല്ലി ആ പർവ്വതത്തിലേക്ക്, മഹാപർവ്വതത്തിലേക്ക് നീങ്ങിയപ്പോൾ ആ പർവ്വതം വിറക്കുകയും കിടുകിടാ വിറക്കുകയും പൊട്ടിത്തരിപ്പണമാവുകയും ചെയ്ത് ഈ കാഴ്ച പോലും കാണാൻ കഴിയാതെ സയ്യിദുനാ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ബോധരഹിതരായി വീഴുകയും ചെയ്യുന്നു. നബിയേ, ആ പർവ്വതത്തിന് ഇന്റെ തജല്ലി താങ്ങും. നിങ്ങളുടെ ബോഡിക്ക് എങ്ങനെ താങ്ങാൻ? നിങ്ങളുടെ ശരീരത്തിന് എങ്ങനെ താങ്ങാൻ പറ്റും? നിങ്ങളുടെ തടിയേക്കാൾ എത്ര വലുതാ പർവ്വതം, പർവ്വതത്തിന് താങ്ങാൻ പറ്റുന്നില്ല. മൂസാ നബിയുടെ മറുപടി, അല്ലാഹുവേ പുറത്തരണേ റബ്ബേ, ഞാൻ അറിയാൻ പാടില്ലാത്ത ചോദിച്ചല്ലോ. പക്ഷെ മൂസാ നബി അള്ളാഹിനോട് നേർക്ക് നേരെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ച്, കാണിച്ചു തരുമോ? അത് ശ്രദ്ധിക്കണേ. കാരണം ആയാത്തിന എന്ന ആയത്തിൽ ഇനി വരാൻ പോണത്, ഇസ്രാഈലിന്റെ ആയത്തില് അള്ളാഹ് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകാൻ വിധങ്ങളെ അള്ളാഹ് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് കാണാൻ കഴിയുന്നത്. കാരണം ഇത് അത്ഭുത യാത്രയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട്, നിന്നെ ഒന്ന് കാണിച്ചു തന്നൂടെ അള്ളാഹുവേ എന്ന് ചോദിക്കുമ്പോഴേ
അള്ളാഹുവിനെ കാണാൻ ഒരിക്കലും കഴിയില്ല, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹിനെ കാണൂല എന്നായിരുന്നുവെങ്കിൽ ലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമു. അപ്പൊ അങ്ങനെ പറയാം, മൂസാ നബിയെ വിവരക്കേട് ചോദിക്കരുത് എന്ന് പറയും. പക്ഷെ മൂസാ നബിയോട് അതൊന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല ഇപ്പൊ. അത് നല്ലൊരു മറുപടിയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഭൂമിയിൽ വെച്ച് എന്നെ കാണാൻ കഴിയില്ല, അള്ളാഹുവിനെ ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് അവിടെ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹിന്റെ മറുപടി വേറെയാകുമായിരുന്നു. ആ വിഷയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അള്ളാഹുവിന്റെ റുഅ്യത്ത് ഹഖാൻ, അള്ളാഹുവിനെ നാളെ കാണാൻ കഴിയുമെന്നത് അഹ്ലുസുന്നയുടെ അഖീദയാണ്. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി. അള്ളാഹുവിനെ കാണും, എങ്ങനെ, കൈഫിയത്ത് എങ്ങനെയാണ്, how it will happen we cannot explain. പക്ഷേ അള്ളാഹുവിനെ കാണും. The sight of Allah is real. അള്ളാഹുവിന്റെ ഭാഗ്യം നമുക്ക് നൽകട്ടെ. അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. ഇഹ്സാൻ ചെയ്തവർക്ക് ഹുസ്നയുണ്ട്, നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ട്, വസിയാദ ഏറെയുമുണ്ട് എന്ന് പറഞ്ഞ ഏറെ എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കാണലാണത്രേ. എന്ത് രസായികൾ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ പടച്ചവനെ കാണുക. നമ്മളിപ്പോ സൂര്യൻ ഇത്ര വലുപ്പന്നൊക്കെ പറഞ്ഞു അല്ലേ, 13 ലക്ഷം ഭൂമിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനം, അത്ര വലിയ പാത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കതിന് മുഴുവൻ കാണാൻ പറ്റുന്നില്ല. സൂര്യന്റെ ഒറിജിനൽ വലുപ്പം നമ്മൾ കാണുന്നില്ല. ഇല്ല, കാണുന്നുണ്ടോ? നക്ഷത്രങ്ങൾ നമ്മുടെ കണ്ണുകൾക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്തിടങ്ങളിൽ നക്ഷത്രങ്ങളുണ്ട്. ഇതൊന്നും കാണാൻ കഴിയാതെ ഭൂമിയിലെ ദൃശ്യപ്രപഞ്ചത്തെ സാധനങ്ങളാ. അവൻ അള്ളാനെ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്നൊരാൾ പറഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഒരു അസാംഗത്യം എന്താണെന്ന് അറിയോ? നമ്മുടെ ഈ ചെറിയ 2 ഐബോൾ, ഈ കണ്ണ് എന്ന് പറഞ്ഞ എത്ര ചെറിയ സാധനം, നമ്മുടെ മുഖം തന്നെ ചെറുതല്ലേ, നമ്മൾ തന്നെ ചെറുതല്ലേ, അതിൽപ്പെട്ട ഈ 2 ചെറിയ ബോള്, ഇതുകൊണ്ട് എനിക്ക് കണ്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണിന് കാണത്തക്ക വിധം അള്ളങ്ങട്ട് ചെറുതാവണം എന്നാണോ നീ പറയുന്നത്? അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തലല്ലേ അത്? നിന്റെ ഈ കണ്ണിന് ചെറിയ 2, ഇവിടുന്ന് കാസർഗോഡ് നോക്കിയാൽ കാണോ, ഇച്ചിലും കൂടെ പോട്ടെ, ഇപ്പുറത്ത് വേറെ സ്ഥലം ഉണ്ടെന്ന്, ഇവിടുന്ന് ബന്ധിയോട്ട് നോക്കിയാൽ കാണോ, ഇവിടുന്ന് വീഡിയോയിൽ കണ്ടേക്കാം, നിങ്ങൾ കണ്ണോട് കാണാൻ പറ്റുന്നുണ്ടാ? ഇതാ നമ്മുടെ കണ്ണ്. എന്നിട്ട് പറയും അള്ളാഹനെ കാണുന്നത്. എന്താണ് 7 ആകാശലോകം, എന്താണ് ഈ എന്താണ് സ്പേസ്, ഇവിടെയുള്ള ഗോളങ്ങളും കോടാനു ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളൊക്കെ എന്താ? ഇതൊക്കെ സൃഷ്ടിച്ച അദീമായ അള്ളാഹു, അള്ളാഹുവിന്റെ കുർസിയും ഈ പ്രപഞ്ചം മൊത്തത്തിൽ നോക്കിയാൽ ഈ പ്രപഞ്ചം ഒരു ചെറിയ വട്ടക്കണ്ണിയാണ്. അള്ളാഹുവിന്റെ കുർസിയാണ് അനന്തമായി കിടക്കുന്ന മരുഭൂമി. അത് കുർസിയാണെങ്കിൽ അള്ളാഹിന്റെ അർശ് എത്രയാണ്? നമ്മൾ പറയാം അള്ളാഹിന്റെ കൺമുമ്പിൽ കാണണം. ആ ചോദ്യം തന്നെ എന്തോ ഒരു ബഹുമാനമില്ലാത്ത ചോദ്യമല്ലേ അത്? എന്നിട്ട് അള്ളാഹ് പറയാണ് എന്നെ കാണിച്ചു തരാം. ദുനിയാവിനെ പറ്റി അള്ളാഹു പറഞ്ഞ വാക്കെന്താ? ഇത് പരീക്ഷണമാണ്. അപ്പൊ ഒരു എക്സാം നടക്കുമ്പോഴേ ഉസ്താദോ ടീച്ചറോ ഉത്തരം ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ്. നോക്കി എഴുതിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ്. കുട്ടികളെല്ലാവരും ജയിക്കണം എന്ന ആഗ്രഹത്തിൽ കോപ്പിടിക്കാൻ വേണ്ടി അധ്യാപകൻ സൗകര്യം ചെയ്തു കൊടുക്കാൻ സംഘടിപ്പിച്ചോളൂ. അത് പരീക്ഷ എന്ന് പറയാൻ പറ്റുമോ? ഉത്തരം ഇങ്ങനെ കാണിച്ചു കൊടുത്താലേ? ഉത്തരം കണ്ടിട്ട് എഴുതാൻ വലിയ പരീക്ഷയാണോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നേരിട്ട് ഇവിടെ ഇറങ്ങി വന്നിട്ട് പറയാ ദാ ഞാൻ പഠിച്ചവനാണ്. എന്ത് പരീക്ഷണമാണ്? അങ്ങനെ ഹക്കീമായ അള്ളാഹു ചെയ്യുമോ? ഒരിക്കലും ചെയ്യൂല. നിങ്ങൾക്ക് ഈ ചെടിയും ഈ മരങ്ങളും ഈ ആയിരക്കണക്കിന് തെങ്ങുകളും ഈ മണ്ണും ഈ മണൽത്തരിയും ഈ അന്തരീക്ഷവും ഇതെല്ലാം അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഈ നക്ഷത്രവും ഗോളങ്ങളും സൂര്യനും ചന്ദ്രനും ഈ ആകാശലോകത്തെ താരസമൂഹങ്ങളും മേഘപടലങ്ങളും സമുദ്രവും അവിടുത്തെ മത്സ്യങ്ങളുമെല്ലാം. നമ്മുടെ ബക്കറ്റുമായിട്ട് നമ്മുടെ പ്രവർത്തകർ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കാര്യമായിട്ടൊന്ന് സഹായിക്കണേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്തിലാക്കട്ടെ. എല്ലാവരും ഒന്ന് സഹായിക്കും, നന്നായിട്ട് ഒന്ന് സ്വലാത്തുലിരിക്കണം. 3 സ്വലാത്തുലിരിക്കല്ലേ ഇൻഷാ അല്ലാഹ്. ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കോളൂ. അപ്പൊ ഇരിക്കുമ്പോൾ എന്തറിയോ, സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. വലത്തുള്ള ആൾ ഇടത്തോട്ട് മാറി, ഇടത്തുള്ള ആൾ വലത്തോട്ട് മാറി, അങ്ങനെ സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിരിക്കുക. ഒന്ന് എഴുന്നേറ്റോളൂ. എഴുന്നേക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ബിസ്മില്ലാ സ്റ്റേജ് മുകളിലിരുന്ന് എഴുന്നേൽക്കണ്ട. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി, അപ്പുറം ഒന്ന് മാറിയിരുന്ന് നോക്കി, ഒന്ന് ഒരു ഉന്മേഷം, ഒരു ഉണർവ് കിട്ടാനായി. ഇരുന്നോട് തന്നെ ഇരിക്കാതെ എന്ത് ചെയ്യുക, ഒന്നിടെ മാറി കൊടുക്കുക. അത് സുന്നത്തും ഫർളൊന്നും അല്ല, നിങ്ങൾക്ക് ഇഷ്ടം ചെയ്താൽ മതി. പക്ഷെ അതൊരു ഒരു ഉന്മേഷം കിട്ടാൻ നല്ലതാ. ഒരു ചെറിയൊരു ഡിഫറെന്റ്. പിന്നെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, എന്താ ചെയ്യാം, അവരോട് ഐക്യം പ്രഖ്യാപിച്ച് ഞാനും നിൽക്കുക തന്നെയാണ്. പക്ഷെ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം വല്ല വകുപ്പുണ്ടെങ്കിൽ നമ്മുടെ സംഘാടകർ കുറച്ച് കസേര എവിടുന്നെങ്കിലും, ഇല്ലെങ്കിൽ കുറച്ച് പേപ്പറോ എന്തെങ്കിലും കൊടുത്ത് ഇരിക്കാൻ സൗകര്യം ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ രാത്രി 27 റജബിന്റെ 27 രാവാണ്. നാളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിശുദ്ധമായ ഒരു രാത്രിയെ സാക്ഷിയാക്കി നമ്മൾ നോമ്പെടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ من صام يوم 27 من رجب كتب الله له صيام 60 شهرا. റജബ് 27 നോമ്പ് ഒരാൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അല്ലാഹു തആല 60 മാസങ്ങളുടെ നോമ്പിന്റെ പ്രതിഫലം നൽകുമെന്ന ഒരു ഹദീസാണ് ഇതിന് ഉലമാ തെളിവായി ഉദ്ധരിക്കുക. ഈ ഹദീസിനെ സംബന്ധിച്ച് അതിൽ ദുഅഫുണ്ട് എന്ന് പറയുമെങ്കിലും ഫളായിലുൽ അമാൽ, അമലുകളുടെ ശ്രേഷ്ഠതകൾ വിവരിക്കാൻ വേണ്ടി ഇത്തരം ഹദീസുകൾ ഉദ്ധരിക്കുന്നതിനോ ആശ്രയിക്കുന്നതിനോ ഒരു വിഷയവുമില്ലെന്നാണ് ഫുഖഹാഇന്റെ മസ്അല. അതുകൊണ്ടാണ് അങ്ങനെ നോമ്പിനെ സംബന്ധിച്ച് പറയാൻ കാരണം. അത് വളരെ സ്വഹീഹായ പ്രബലമായ ഹദീസായത് കൊണ്ടല്ല. പക്ഷേ ദഈഫാണെങ്കിൽ തന്നെയും അതിൽ ദുഅഫുണ്ടെങ്കിൽ തന്നെയും ഫളായിലുൽ അമാലിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതാണ് നമ്മുടെ ഫിഖഹിന്റെ കാഴ്ചപ്പാട്. അങ്ങനെയാണ് ഹദീസ് പണ്ഡിതന്മാർ അങ്ങനെ പറയാം. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവരെ സംബന്ധിച്ച് ഇമാം ഖറാഫി തങ്ങൾ ഉദ്ധരിക്കുന്നത്, ഇമാം ഇബ്നു ഹബീബ് തങ്ങൾ, അതുപോലെ തന്നെ ഇമാം ഖലീൽ എന്നവര്, അങ്ങനെയൊക്കെയുള്ള പണ്ഡിതന്മാർ, അതുപോലെ ഇമാം അൽ ഗസാലി, ഇവരൊക്കെ ഈ വിഷയത്തിൽ സുന്നത്താണ് അല്ലെങ്കിൽ ആ പ്രബലമായി നോമ്പെടുക്കണം എന്ന് പറഞ്ഞ ഇമാമികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഒരു തെളിവും പണ്ഡിതന്മാരുടെ അഭിപ്രായം തന്നെ ധാരാളമാണ്. അല്ലാഹു തആല നമുക്ക് നാളെ നോമ്പനുഷ്ഠിക്കണം, ഒരുപാട് ഇബാദത്ത് ചെയ്യണം. ഈ രാവ് ശ്രേഷ്ഠമായ ഒരു രാവാണ്. ഈ രാവിന്റെ മഹത്വവും ആശയവും ഒക്കെ ഉൾക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ നമുക്ക് അടുക്കണം. അള്ളാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇസ്രാഇന്റെ ആരംഭത്തിലാണ് നിൽക്കുന്നത്, ആരംഭത്തിലാണ്. ഇനി ഒരുപാട് വിഷയങ്ങൾ മുന്നോട്ട് പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഏതായിരുന്നാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു കൊണ്ടുപോവുകയാണ്. അസ്റാ ബി അബ്ദിഹി ലൈല, അള്ളാഹുവിന്റെ റസൂലിനെ അബ്ദ് എന്നാണ് അള്ളാഹു തആല വിളിക്കുന്നത്. അവിടെ എന്റെ അബ്ദ്, എന്റെ അടിമയായ നബി തങ്ങളെ. എന്തിനാണെന്നറിയോ? ഇത്ര വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക്, മഖാമിലേക്ക് നബി ഉയർത്താൻ കൊണ്ടുപോവുകയാണ് അള്ളാഹു തആല. അള്ളാഹുവിനെ തന്നെ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ സിദ്റത്തുൽ മുൻതഹ എന്ന ഈ ലോകത്തിന്റെ അവസാനത്തെ ഒരു ലാസ്റ്റ് പോയിന്റ് ആണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യപ്രപഞ്ചം അവിടെ അവസാനിക്കുകയാണ്. ആ ഒരു മുൻതഹായുടെ അപ്പുറത്തുള്ള ഒരു ലോകത്തേക്ക് നബി തങ്ങൾ അള്ളാഹു കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ പോകുമ്പോ ഹബീബായ നബിയെ അങ്ങ് അള്ളാഹുവിന്റെ മുമ്പിൽ താഴ്മ കാണിക്കണം. അതിനാണ് നബി തങ്ങൾ അബ്ദ്, അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് അള്ളാഹു പറയാൻ കാരണം. നമ്മൾ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജി മെമ്പറൊക്കെ ആവും, പക്ഷെ എന്ത് ചെയ്യരുത്, പൊങ്ങരുത്. നമുക്ക് ഒരുപാട് ആൾക്കാരിപ്പം നമ്മളെ കേൾക്കാൻ വരികയോ നമ്മുടെ കൂടെ ഇരിക്കുകയെ നമ്മളെ സ്നേഹിക്കുകയെ നമ്മുടെ ചങ്ങാതിമാരായിട്ട് കുറെ കൂടുതൽ ആൾക്കാരുണ്ടാവേ, നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടാവേ, കുറെ ലൈക്കും ഷെയറും ചെയ്യേ, ഇതിലൊന്നും പൊങ്ങാൻ നിൽക്കരുത്. നമുക്കൊരു വില ടച്ചാൽ മതി. ആ വിലയുടെ അപ്പുറത്തേക്ക് പോകരുത്. അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ ആരാണ്? നമ്മൾ അബ്ദാണ്. മനുഷ്യന്മാര് എല്ലാവരും കൂടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞായിക്കോട്ടെ, നമ്മൾ പൊങ്ങരുത്. നമ്മൾ നമ്മളായിട്ട് നിൽക്കണം. നമ്മൾ അബ്ദാണ്, അള്ളാഹിന്റെ അബ്ദാണ്. ഞാൻ വലിയ ആളാണ്, കഴിഞ്ഞു. അത് പറഞ്ഞ ആളാണ് ഖറൂൻ. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ എന്റെ കഴിവല്ലേ, ഞാനല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. പിടിച്ചെടു താഴ്ത്തി അല്ലാഹു തആല. ഫറോവത് പറഞ്ഞു അന, ഞാൻ. ഈ ഞാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അസുഖമുണ്ടെന്നാ. ഒരു മിനിറ്റിനുള്ളിൽ ഒരു മനുഷ്യൻ 5 തവണ ഞാൻ എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ് സംസാരിക്കുമ്പോഴേ, ഒരു മിനിറ്റ് സംസാരത്തിനിടയിൽ ഞാൻ അവിടെ പോയി, ഞാൻ ഇത് ചെയ്തു, ഞാൻ 5 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ആൾക്ക് മനസ്സിന് ഒരു കുഴപ്പമുണ്ടെന്നാ. എന്ന് പറഞ്ഞാൽ മിനിമം താൻ പൊക്കണ ഒരു സ്വയം പൊക്കി എന്നൊക്കെ പറയില്ലേ, SP എന്ന് പറയില്ലേ, ആ അസുഖമെങ്കിലും ആ മനുഷ്യൻ ഉണ്ടാവുന്ന.
ഇതൊന്നും വേണ്ട. അബ്ദാൻ, നിങ്ങൾ അള്ളാഹുവിന്റെ പച്ചയായ അടിമയാണ് ഏത് സ്ഥാനത്തെത്തിയാലും. അതുകൊണ്ട് പറയാണ് നമ്മുടെ പള്ളി കമ്മിറ്റിയും ഇവിടുത്തെ സംഘടനകളുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒക്കെ ഉണ്ടാവും. പല സംഘടന ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു നേതൃത്വത്തിൽ വരെ ഞാൻ ഇപ്പം ആരാന്ന് ആൾക്ക് തന്നെ തോന്നുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാ, നമ്മൾ അള്ളാന്റെ അടിമയാണ്. എന്താ അടിമ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഉടമസ്ഥന്റെ കീഴിലാണ് നിൽക്കുന്നത്. അള്ളാഹു ഉടമസ്ഥനാണ്, നമ്മൾ അടിമയാണ്. അതുകൊണ്ട് നബിയെ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചതാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് റബ്ബ് തആലയുടെ ഒരു ഓഫർ, നബിയേ അങ്ങയെ നാം ഒരു നബിയുൻ മുർസലായി, ഒരു മിസ്കീനായി നബിയായി ജീവിപ്പിക്കണമോ? അതല്ല നബിയെ അങ്ങേക്ക് മരണമില്ലാത്ത ജീവിതം, ലോകാവസാനം വരെ അധികാരവും സമ്പത്തും ആയുസ്സും തരാം, നബിയെ നിങ്ങൾക്ക് വേണോ എന്ന് രണ്ട് ഓഫർ നബിന്റെ മുമ്പിൽ വരുമ്പോഴേ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞതാണ്, നബിയേ ആ വിനയവും താഴ്മയും തന്നെ നിൽക്കി നബിയെ. ഇപ്പൊ പറഞ്ഞതാണ് നബിയൻ റസൂല, എനിക്ക് റസൂലായി ഒരു പാവമായ അബ്ദായി ജീവിച്ചാൽ മതി, രാജാധികാരം പൈസയൊന്നും വേണ്ട. ഇത്ര വലിയ യാത്ര പോകുമ്പോ അബ്ദാൻ, 4 കാശ് കയ്യിൽ കിട്ടുമ്പോ സ്വഭാവം മാറുന്ന ആൾക്കാരില്ലേ? പിന്നെ പഴയ ചങ്ങാതിമാരെ കാണാൻ പേർക്ക് പറ്റില്ല, കാരണം സ്റ്റാൻഡേർഡിന് ഒക്കില്ല. പിന്നെ ഇവിടെ ഒന്നും ഇച്ചിലങ്കോടൊന്നും ഒരു ചായ കുടിക്കാൻ പറ്റിയ സ്ഥലങ്ങളില്ല. പിന്നെ ചായ കുടിക്കണമെങ്കിൽ എറണാകുളത്ത് പോകണം, അല്ലെ ബാംഗ്ലൂർ പോകണം, അവിടെ പറ്റിയ കമ്പനി ഉള്ളൂ. എന്താ ചെയ്യാ, ലെവല് മാറി ഇതൊക്കെ പറയില്ലേ? അങ്ങനെ ഒരിക്കലും മാറരുത്. അബ്ദാൻ, നമ്മൾ അള്ളാഹുവിന്റെ അബ്ദാൻ. അതുകൊണ്ടാണ് അല്ലാഹു തആലക്ക് അവിടെ വേണമെങ്കിൽ സുബ്ഹാനല്ലദി അസ്റാ ബി മുഹമ്മദിൻ അങ്ങനെ പറയാമായിരുന്നു, അസ്റാ ബി റസൂലിഹി എന്ന് പറയാം. അതൊന്നും പറയാതെ അസ്റാ ബി അബ്ദിഹി. അതിന് തൊട്ട് മുമ്പുള്ള സൂറത്ത് ഏതാ? സൂറത്തുൻ നഹ്ല. ആ സൂറയുടെ അവസാനത്തെ ആയത്തും ഈ സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്തും തമ്മിൽ ഒരു ബന്ധമുണ്ട്. സൂറത്തുൻ നഹ്ൽ മുസാഫിന്റെ എടുത്ത് നോക്കി, അവസാനത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അങ്ങനെ തൊട്ടുമുമ്പുള്ള ആയത്തും ഒരു സൂറത്തിന്റെ അവസാനവും അടുത്ത സൂറത്തിന്റെ ആദ്യവും തമ്മിൽ ബന്ധം. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ആരൊക്കെയാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, ആരൊക്കെയാണോ നന്മ ചെയ്ത് ജീവിക്കുന്നത്, ഹൃദയത്തിൽ ആർക്കാണോ നന്മയുള്ളത് അവരുടെ കൂടെയാണ് അള്ളാഹു. ഹൃദയത്തിൽ ദേഷ്യാണ്, വൈരാഗ്യാണ്, ഭയങ്കര വിഷയമാണ്. അള്ളാഹ് കൂടെ ഉണ്ടാവില്ല, അള്ളാഹ് കൂടെ ഉണ്ടാവില്ല. കുറച്ച് ആൾക്കാരും സിന്ദാബാദിനൊക്കെ ആളുണ്ടാവും, അള്ളാഹ് ഉണ്ടാവില്ല. അള്ളാനെ കിട്ടാനാ പിന്നെ എന്ത് കിട്ടാനാ? അള്ളാനെ കിട്ടിയാൽ മാതാ ഫഖദ്, എന്ത് നഷ്ടപ്പെടാനാണ്? അള്ളാനല്ലേ കിട്ടേണ്ടത്. അതുകൊണ്ട് പുണ്യ നബി തങ്ങളുടെ യാത്രയിലെ ഈ ഹൃദയം കഴുകി എന്ന് പറഞ്ഞില്ലേ, ഇത് നിസ്കാരം പഠിപ്പിക്കാൻ കൊണ്ടുപോയ യാത്രയാണ്, അള്ളാഹുവിന്റെ ജലാലിയത്ത് കാണാനുള്ള യാത്രയാണ്. അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് വസ്ത്രവും ശരീരവും സ്ഥാനവും ഒക്കെ വൃത്തിയാവണം, ഖിബ്ലയിലേക്ക് തിരിയണം, ഇതൊക്കെ വേണം. പിന്നെന്ത് വേണമെന്നറിയോ? ഖൽബ് ഹൃദയം നന്നാവണം. വൈരാഗ്യം, ദേഷ്യം, പക, ഇപ്പൊ അതൊക്കെ കുറെ കുറഞ്ഞു കണ്ട അൽഹംദുലില്ലാഹ്. അള്ളാഹ് അങ്ങനെ തന്നെ ആക്കട്ടെ, കുറഞ്ഞ് ഇല്ലാതായി പോട്ടെ. ഞാൻ 2016 ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ടത്. ഒരു വെള്ളിയാഴ്ച ദിവസം, അന്ന് ഇവിടെ ചെറിയ കുഴപ്പം നടക്കുന്ന സമയമാണ്. അന്ന് കാര്യങ്ങളൊക്കെ റാഹത്തായി എന്ന് എനിക്ക് അന്ന് കുറച്ച് ചിരി കൊമ്പ് കോർക്കാനൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഒന്നുകിലും മരിച്ചു പോയിട്ടുണ്ടാവില്ല, നന്നായിട്ടുണ്ടാവും. മരിച്ചു പോയിക്കണ അള്ള പുറത്തു കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്ന ആളുടെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അന്നിപ്പോ ഞാൻ വന്ന് ഹുത്തുബ ഓതാൻ വിടൂല, മുമ്പർ മറിച്ചിടുന്നോ അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടാവും എന്ന് കണ്ടപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഒന്ന് ജുമാക്കേശോട് പ്രസംഗിച്ചു പോയി. പക്ഷെ എനിക്കറിയായിരുന്നു ഇവിടെ കാര്യമായൊരു പ്രശ്നം 2 സംഘടന തമ്മിൽ നടക്കുന്നുണ്ട് എന്ന് എനിക്കെന്നറിയാം. 2016 കഥയാണ്. ഇപ്പൊ കൊല്ലത്രയായി, 7 കൊല്ലായി.
ഒരു കാര്യമില്ല. നിങ്ങൾ അള്ളാന്റെ പള്ളിക്ക് വേണ്ടിയോ ഒരു പണിയെടുത്തിട്ടും കാര്യമില്ല. കൽബിൽ ഈ പകയും ദേഷ്യവും ഉണ്ടോ, ഒന്നും അള്ളാഹ് സ്വീകരിക്കൂല. പിന്നെ ആർക്കാ പിന്നെ ഈ കാട്ടിക്കൂട്ടണത്? ഒരു മുഅ്മിനായ മനുഷ്യനോടൊരു വെറുപ്പ് വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടായെന്നല്ല ഞാൻ പറഞ്ഞത്. അന്ന് നാട്ടിൽ ഇവിടെ ഒരു പ്രശ്നം അന്നുള്ളൊരു സമയമാണ്. അതൊരിക്കലും ഒരിടത്തും ഉണ്ടാവരുത്. നമ്മൾ അള്ളാന്റെ ദീനിന്റെ ആൾക്കാരല്ലേ, ഇവിടെ ദീനല്ലേ പറയാം, ആലിമ്യങ്ങൾ ഉസ്താദന്മാരല്ലേ. പിന്നെ എന്തിനു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടി? എന്തിനത്? ഒരിക്കലും ചെയ്ത് നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരു മനസ്സാണ്. ആ ഒരു ഹൃദയം ശുദ്ധി നമ്മുടെ കൽബിനില്ലെങ്കിൽ എന്തിന് ഇസ്രാ മിഅ്റാജിന്റെ കഥ കേൾക്കാൻ നിൽക്കണം? അള്ളാന്റെ റസൂലിനെ കൊണ്ടുപോകുന്നത് കൽബ് കഴുകിയിട്ടാണ്. നമ്മളിങ്ങനെ ഇരിക്കുക, ഞാൻ കാണിച്ചു കൊടുക്കാം. അടുത്ത വരട്ടെ. ഹജ്ജിനും ഉംറക്കും പോകുമ്പോണ്ട് ഒരു പൊരുത്തപ്പിടിക്കല്, വല്ലാത്ത രസമല്ല പൊരുത്തപ്പിടിക്കല്. ഞാൻ പോയി വരുന്ന വരെ ഒന്നും ചെയ്യൂലട്ടോ എന്ന് അതിനർത്ഥം. പോയി വന്നാൽ ഞാൻ പഴയ പോലെ തന്നെ ആയിരിക്കുന്നു. ഒരു കാര്യമില്ല. ആ ഹജ്ജും സ്വീകരിക്കൂല, ഉംറയും സ്വീകരിക്കൂല. നിങ്ങൾക്ക് മാറ്റം വന്നില്ലല്ലോ. കൽബ് ശുദ്ധി, അള്ളാഹുവിന്റെ അടുത്ത് ചെല്ല. കൽബ് ശുദ്ധിയാവാതെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നിസ്കാരം അള്ളാഹ് സ്വീകരിക്കോ? കൽബിന്റെ ഉള്ളിൽ മുഴുവൻ ദേഷ്യ. മുപ്പര കണ്ടൂടാ, മുപ്പര കണ്ടൂടാ, മുപ്പര കണ്ടൂടാ, എനിക്ക് മുപ്പരോട് ദേഷ്യാണ്, ദേഷ്യാണ്, ദേഷ്യാണ്. ഒരു മുഅ്മിനായ മനുഷ്യനോട് ഇങ്ങനെ തോന്നിയാൽ തന്നെ അള്ളാഹ്ക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അത് പിന്നെ ഒരു കൂട്ടം ആളുകളോടാണെങ്കിൽ സുബ്ഹാനല്ലാഹ്. അപ്പൊ മുഅ്മിനെ, ഇസ്രാ മിഅ്റാജ് കഥ കേട്ടു പോകാനുള്ള ചരിത്രമല്ല. കൽബ് ഇന്നൊക്കെ രാത്രിക്ക് ഈ സെക്കൻഡിൽ നിങ്ങളെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോടൊരു പ്രതിജ്ഞ ചെയ്യും. ഒരു മുഅ്മിനായ മനുഷ്യൻ കലിമ ചൊല്ലിയ ഖിബ്ലയിലേക്ക് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനോടും എൻ്റെ മനസ്സിൽ വെറുപ്പില്ല റബ്ബേ. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അത് ചെയ്താൽ നിങ്ങൾ എന്ത് കുരുത്തക്കേടുണ്ടെങ്കിലും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആരോടും വെറുപ്പില്ലാത്ത ഒരു ഹൃദയവുമായിട്ടാ വന്നതെങ്കിൽ, ശുദ്ധമായ കൽബാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സ്വീകരിക്കുന്നതാണ്. അല്ലേ നിസ്കാരത്താണ്ടൊക്കെ എമ്പാടുണ്ട്. പക്ഷെ ഫിത്തിനെ അങ്ങോട്ട് ഫിത്തിനെ കാട്ടലും, അങ്ങോട്ട് മൂപ്പിക്കലും, ഇവിടുന്ന് പാരവെക്കലും, കാലുവലിക്കലും. ഇതിന്റെ ഉസ്താദായിരുന്നു. എന്താ കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടാൻ മിമ്പറിൽ ഇങ്ങനെ കേൾക്കുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും, അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ നിങ്ങൾ തഖ്വ ചെയ്യണമേ. നമ്മൾ എന്താ കാണിക്കണത്? തഖ്വയാണോ? അള്ളാഹുവിനെ ഭയപ്പെടാന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച പാവ മുഅ്മിനീങ്ങളായിട്ട് മാറും. അതാണ് നമ്മൾ വേണ്ടത്. നമ്മൾ സജ്ജനങ്ങളാണ്, നല്ല മനുഷ്യരാണ്. ഖൽബ് അലാ വഹിയൽ ഖൽബ്. ഇത് ശുദ്ധമല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മോശമാണ്. അത് ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ശുദ്ധമാണ്. അലാ വഹിയൽ ഖൽബ്. അറിയണേ, അത് ഹൃദയമാണ്. ആ കൽബാണ് ഹബീബിൻ്റെത്. സംസം കൊണ്ട് കഴുകുകയും ഈമാനും ഹിക്മത്തും കൊണ്ട് നിറച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ടാണ് ആ യാത്ര കൊണ്ടുപോയത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേ ഒതുടുക്കുന്ന കൂടെ എന്ത് ചെയ്യണം? കൽബും കൂടെ ഒന്ന് കഴുകണം. ഓരോ ദിവസവും ഓരോ നേരവും നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരും. പല ആളുകളോടും വെറുപ്പ് തോന്നാം. അതൊക്കെ ഇബ്ലീസാണ്. ഇബ്ലീസിന് അതാ വേണ്ടത്. മുപ്പർക്ക് വെറുപ്പിക്കല പരിപാടി. നന്നാക്കൽ മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങളും അത് ചെയ്യുള്ളൂ. നന്നാവണം എന്ന് പറയൽ സ്വാലിഹീങ്ങളുടെ ജോലിയാണ്. മലക്കുകളാൽ ഉത്ബുദ്ധരാകുന്ന ആളുകളുടെ ജോലിയാണ്. അല്ലാത്തത് പിശാചുക്കളുടെ ജോലിയാണ്. നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? മലക്കിന്റെ കൂടെ നിൽക്കണം. ആരുടെ കൂടെ നിൽക്കരുത്? പിശാചിന്റെ കൂടെ നിൽക്കരുത്. ആ പിശാചിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് കച്ചറയും പ്രശ്നങ്ങളും ഉന്തിടലും വലിച്ചിടലും മിമ്പർ വന്ന് താഴ്ത്തടിക്കലും. എന്താ റബ്ബേ, അങ്ങനൊന്നും ഉണ്ടാവരുത് ഒരിക്കലും. ഒരിടത്തില്ലാതിരിക്കുക. ഇപ്പൊക്കെ തീർന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ അൽഹംദുലില്ലാ റബ്ബേ. അള്ളാഹ്ക്ക് ഒരുപാട് സ്തുതി, അള്ളാഹ്ക്ക് ഒരുപാട് സ്തുതി. ഒരുപാട് 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 മാറ്റായിട്ടുണ്ട്. ഇനി നിശേഷം എല്ലാ വെറുപ്പും കണ്ട് എടുത്തു മാറ്റി നമ്മൾ ഒന്നായിട്ട് നിൽക്കി. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ ഖൈറിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അള്ളാഹു ഏതൊരു മസ്ജിദിന്റെ ചുറ്റുമാണോ ബറക്കത്ത് ചെയ്തിരിക്കുന്നത്, ആ മസ്ജിദിലേക്ക് സ്വന്തം ഹബീബിനെ അള്ളാഹു യാത്രയാക്കിയ പടച്ചതമ്പുരാൻ ഏറ്റവും മഹോന്നതനാണ്. അള്ളാഹു മഹോന്നതനാണ്. ഏതാണ് മസ്ജിദുൽ അഖ്സ എന്നറിയുമോ? എവിടെ നിന്നാണ് ഈ യാത്ര? മക്കയിൽ നിന്ന്. മക്കയിലെ കഅബയും മസ്ജിദുൽ ഹറാം കണ്ടോലൊക്കെ കൈപൊക്കിയാട്ടെ. മക്കത്ത് പോയവര് എല്ലാരും കൈപൊക്കി, പോയവര് കൈപൊക്കിയാൽ മതി. അൽഹംദുലില്ലാ. പോകാത്തവർക്കും ഇനി പോയവർക്കും ഒരുപാട് തവണ എത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുനിയാവില് പൈസ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്ര നല്ല ഖൈറായ ഒരു സ്ഥലം വേറെ ഏതാ ഉള്ളത്? മക്കയും മദീനയും. മൂന്നാമത്തേത് അൽ മസ്ജിദുൽ അഖ്സ. രണ്ട് നബിമാർ, സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, അവരുടെ മകൻ ഇസ്മാഈൽ അലൈഹിസ്സലാം, ഈ രണ്ട് നബിമാർ പടുത്തുയർത്തിയതാണ് കഅബാലയം. പോണ സ്ഥലോ അത് രണ്ട് നബിമാരുണ്ടാക്കിയതാ.
ആരാണത്? മസ്ജിദുൽ അഖ്സ, അതിന്റെ അടിത്തറ പാകിയത് ഇബ്രാഹിം നബിയാണ്. കഅബന്റെ അടിത്തറ പാകിയത് ആരാ? ആദം നബി. പുനരുദ്ധാരണം ചെയ്ത് ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിയും. മസ്ജിദുൽ അഖ്സ, കഅബാലയത്തിന്റെ പണി കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാം എടുത്ത പള്ളിയാണത്. ഇബ്രാഹിം നബി വഫാത്താകുന്നത് 200-ാമത്തെ വയസ്സിലാണെന്നാണ്. 200 കൊല്ലം ജീവിച്ച നബിയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവരുടെ മഖാമുള്ളത് ഫലസ്തീനിലാണ്. ഫലസ്തീനിൽ ചെന്നാൽ അവിടെ സിയാറത്ത് ചെയ്യാൻ പറ്റും ഇബ്രാഹിം നബിയെ. ഇസ്ഹാഖ് നബിന്റെ അവിടെ ഇസ്ഹാഖ് നബിന്റെ ഭാര്യ റിഫ്ഖാ ബീവി ഉണ്ട്, സാറാ ബീവി ഉണ്ട്. ഇബ്രാഹിം നബിന്റെ ഭാര്യ ഇസ്ഹാഖ് നബിന്റെ ഉമ്മ സാറാ ബീവി ഉണ്ട്. അവിടെ യാക്കൂബ് നബി ഉണ്ട്. പള്ളി കയറി ചെല്ലിനോട് തന്നെ വലതു ഭാഗത്ത് യൂസുഫ് നബി ഉണ്ട്. എന്താ ആരൊക്കെ എത്ര നബിമാര്! അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഏതൊരു മസ്ജിദിന്റെ ചുറ്റുമാണോ നമ്മൾ ബർക്കത്ത് ചെയ്തിരിക്കുന്നത് ആ പള്ളി, അപ്പൊ ചുറ്റുത്ര ബർക്കത്തുണ്ടെങ്കിൽ ആ പള്ളിയുടെ ബർക്കത്ത് എത്രയായിരിക്കും? ചുറ്റും ഇങ്ങനെയാണ്. ഏതുപോലെ സുബ്ഹി നിസ്കാരത്തിന്റെ സുന്നത്ത്, ഈ ലോകത്തെ ഏറ്റവും വലിയ പൈസക്കാരന്റെ കയ്യിലുള്ള കാശിനേക്കാളും വലിയ പൈസക്കാരൻ, ബിൽ ഗേറ്റ്സോ എലോൺ മസ്കോ ആരോ ആവട്ടെ, ഒന്നുമല്ല. ഫജ്റിന്റെ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. ദുനിയാവിലെ സർവമാന ബാങ്കിലുള്ള കാശും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എന്താണ് അവസ്ഥ? അതിനേക്കാളും ഖൈറാണ് ഈ 2 റക്അത്ത് സുന്നത്ത്. അത് സുന്നത്തിന് എത്ര കൂലുണ്ടെങ്കിൽ സുബ്ഹി എന്ന ഫർദിന്റെ കൂലി എത്രയായിരിക്കും? അതിനാണ് പറഞ്ഞിരുന്നത്. സുന്നത്തിന് എത്ര കൂലിയുണ്ട്? ഒരു ഗേറ്റ് ഇങ്ങനെയാ, പിന്നെ പേരെന്തായിരിക്കും അവസ്ഥ? സുന്നത്ത് ഇങ്ങനെയാണ്, ഫർള് എന്തായിരിക്കും? ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും ബർക്കത്താ. അപ്പൊ ബൈത്തുൽ മുഖദ്ദസിന്റെ ബർക്കത്ത് എത്രയാ? അതിന്റെ ചുറ്റുമാണ് മഹാന്മാരായ അമ്പിയാക്കന്മാർ കിടക്കുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ മഖാമുണ്ട് അവിടെ. ദരീഹും ഖബർ അവിടെ തന്നെയാണോ? അല്ല, അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഒന്ന് ചിലപ്പോൾ പറയും യാഫയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹിബ്രോന്ന് കയറി വരുമ്പോൾ അവിടെ സ്ഥലമുണ്ട്, അവിടെയാണ് യൂനുസ് നബിന്റെ മഖാമുണ്ട്. അവിടെ മഖാമും ഖബറും രണ്ടായിട്ട് മനസ്സിലാക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ചില മഖാമുകൾ അവർ ഇബാദത്ത് ചെയ്ത സ്ഥലമായിരിക്കും, അവിടെ ഖബർ പോലെ ഉണ്ടാവും, പക്ഷെ അവർ ഇബാദത്ത് ചെയ്ത സ്ഥലമായിരിക്കും. അവിടെ ദരീഹ് എന്ന് പറയുന്നിടത്ത് അവരുടെ ബോഡി, ശരീരം മറവ് ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്നാ. അങ്ങനെയുണ്ട്, മഖാമും ദരീഹും ഉണ്ടാവും. നമുക്കിന്ന് സാധാരണ മഖാം എന്ന് പറയുമ്പം മറവ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ മഖാം എന്ന് പറയാം. പക്ഷേ അറബ് നാടുകളിലൊക്കെ മഖാമുകളുണ്ട്. ഒരു നബിക്ക് തന്നെ ഒരുപാട് മഖാമുകളുണ്ട്. അയ്യൂബ് നബിക്ക് ഒരുപാട് മഖാമുകളുണ്ട്. യൂനുസ് നബിക്ക് 1-ലേറെ മഖാമുകളുണ്ട്. മറവ് ചെയ്യപ്പെട്ട സ്ഥലം ഒന്നായിരിക്കും, മറ്റേതൊക്കെ അവർ ഇബാദത്തിനിരുന്ന സ്ഥലങ്ങളാണ്. അങ്ങനത്തെ അവിടെയൊക്കെ സിയാറത്തിന് വേണ്ടി അവിടെ മഖാമുകൾ പോലെ ഉണ്ടാക്കാറുണ്ട്. അത് ഇപ്പോഴും കണ്ട് ഒരുപാടുണ്ട്. ഏതായിരുന്നാലും യൂനുസ് നബി, തൊട്ട് താഴെ മൂസാ നബി അലൈഹിസ്സലാം, കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. റസൂലുള്ളാഹി തങ്ങൾ ഇസ്രാ കഴിഞ്ഞ് വരുമ്പോഴേ സീനാ മല കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ബത്ലഹേമിലൂടെയാണ് നബി തങ്ങൾ വരുന്നത്. അത് ആരുടെ നാടാണ്? ബത്ലഹേം, ബൈത്തുലഹം. ബൈത്തുലഹം അറബിൽ അങ്ങനെ പറയാം, ഇറച്ചിക്കട എന്ന ആ വാക്കിനർത്ഥം ബൈത്തുലഹം. അതാണ് ബത്ലഹേം എന്നായി മാറിയത്. ബത്ലഹേം അത് ബൈത്തുലഹമാണ്. അത് ആരുടെ സ്ഥലമാണ്? നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബിന്റെ സ്ഥലമാണത്. അവിടെ കണ്ടിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിയെ കണ്ടു. മെലിഞ്ഞിട്ടാണ്, നീളമുണ്ട്, മെലിഞ്ഞിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം എന്ന് നബി തങ്ങൾ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയാക്കന്മാരെ മുഴുവനും അവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുക. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും കിടക്കുന്ന നബിമാരിൽ മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്. മൂസാ നബി സ്വലാം ജെറൂസലേമിന്റെ പുറത്താണ്. ജെറൂസലേമിലേക്ക് എത്തിക്കണമെന്ന് അള്ളാഹിനോട് ദുആ ചെയ്തു. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം ബൈത്തുൽ മുഖദ്ദസിന്റെ ജെറൂസലേമിൽ എത്തുന്നതിന്റെ മുമ്പ് വഫാത്താകാനാണ്. അങ്ങനെ മൂസാ നബിയുടെ ഖബറുള്ളത് ജെറൂസലേം ആ ഒരു ഏരിയക്ക് പുറത്താണ്. പക്ഷെ അടുത്തന്നെ ബൈത്തുൽ മുഖദ്ദസ് ഒരു 20 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഈജിപ്തിലേക്ക് പോവുകയാണെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ മഖാം വലത് ഭാഗത്ത് കാണും, അങ്ങനെ പോകാൻ കഴിയുള്ളൂ. ഗുഡ് സമാരിറ്റൻ എന്ന് പറഞ്ഞൊരു വഴിയുണ്ട് അവിടെ, സാമിരിന്റെ പേരിൽ ഗുഡ് സമാരിറ്റൻ. സാമിരിയുൽ ഖൈർ എന്ന വാക്കിനർത്ഥം ഇങ്ങനെ കിട്ടിയെന്ന് അല്ലാഹു വല പേര്. അതായത് ആ വഴിയാണ് മൂസാ നബിന്റെ മഖാം. അവിടെ എഴുതിയിട്ടുണ്ട്, അതാ മഖാമുൻ നബി മൂസ അലൈഹിസ്സലാം. മൂസാ നബിന്റെ മഖാമാണ് ഇവിടെ. ആ ഹൈവേയിൽ നിന്നൊരു 1.5 കിലോമീറ്റർ. അത് കഴിഞ്ഞാൽ ദാവൂദ് നബി ഉണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ടടുത്ത്. ദാവൂദ് നബി ബൈത്തുൽ മുഖദ്ദസിന്റെ അതേ കോമ്പൗണ്ടിലുണ്ട് സുലൈമാൻ അലൈഹിസ്സലാം. പക്ഷെ എവിടെയാണെന്ന് അറിയില്ല, അതിൻ്റെ ഉള്ളിലാണെന്നാണ്. പിന്നെയുണ്ട്
തൊട്ടിപ്പുറത്ത് ജോർഡാനിന്റെ ബോർഡർ, ഫലസ്തീനിന്റെ ജോർഡാനിന്റെ ബോർഡർ, അതാണ് അമ്മാനിന്റെ പരിസരത്താണ് വാദി ഷുഐബിലുണ്ട് ഷുഐബ് നബി അലൈഹിസ്സലാം, അവിടെയുണ്ട് യൂഷഅ ബിൻ നൂൻ അലൈഹിസ്സലാം. ഇതൊക്കെ ആകെ 30 കിലോമീറ്റർ ദൂരത്തെ കിടക്കുന്നത്. പിന്നെ ഹിബ്രോണിൽ അംബിയാഇന്റെ മഹാനേതാക്കന്മാരുടെ സംഗമസ്ഥാനം. ഒരു പള്ളിന്റെ ഉള്ളിലാണ് ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും. വാപ്പ യൂസുഫ് നബി, അവരുടെ വാപ്പ പിന്നെ യാക്കൂബ് നബിന്റെ വാപ്പ ഇസ്ഹാഖ് നബിന്റെ ഉപ്പ ഇബ്രാഹിം നബി. 4 നബിമാർ ഒരുമിച്ചൊരു പള്ളിന്റെ ഉള്ളിലാണ്. അൽ മസ്ജിദുൽ ഖലീൽ, അൽ മസ്ജിദ് അൽ ഹറമുൽ ഖലീലി, ഇബ്രാഹിം നബിന്റെ ഹറം എന്ന് പറയും ആ ഒരു പള്ളിക്ക്. അവിടെ സാറാ ബീവി ഉണ്ട്, റിഫ്ഖ ബീവി ഉണ്ട്. ഇതൊക്കെ ഉള്ള നാടാണ്. അങ്ങനെ ചുറ്റും ബറക്കത്തുള്ള ഒരു നാട്ടിലേക്ക് എന്റെ റസൂലിനെ ഞാൻ കൊണ്ടുപോകുന്നു. 2 നബിമാരെ പടുത്തുയർത്തിയ കഅബാലയം, ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും, വാപ്പയും മോന്. ഇബ്രാഹിം നബി വാപ്പ, ഇസ്മായിൽ നബി മോന്. പിന്നെ 2 നബിമാർ, ഇബ്രാഹിം നബി അടിത്തറ പാകിയ 2 നബിമാര്, നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമും നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ദാവൂദ് നബിന്റെ മോനാണ്. ഇവർ 2 പേരും ഉണ്ടാക്കിയ പള്ളിയാണ് അൽ മസ്ജിദുൽ അഖ്സ. 2 മഹാന്മാരായ പ്രവാചകന്മാരുടെ സംഗമ ഭൂമിയെ അള്ളാഹു ബന്ധിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ഇസ്രാ മിഅ്റാജിന് അല്ലാഹു ബൈത്തുൽ മുഖദ്ദസ് തെരഞ്ഞെടുത്തു എന്നതൊരു ചോദ്യമാണ്. അള്ളാഹു ആകാശത്തെ കൊണ്ടുപോകണ കഅബന്റെ മുകളിൽ കൊണ്ടുപോയിക്കൂടായിരുന്നു. പക്ഷെ മഹാന്മാർ പറയുന്നൊരു മറുപടി ഉണ്ട്. ബൈത്തുൽ മുഖദ്ദസിലൂടെയാണ് ആകാശ ലോകത്തേക്കുള്ള വഴി. അത് നമ്മൾ പറയുമ്പോഴേ ആസ്ട്രോനോട്ടുകൾക്ക് കൗതുകമായേക്കാം. അവര് പഠിച്ചോട്ടെ. നമ്മുടെ പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോഴേ നമുക്കത് 100% ഉറപ്പാണ്. ആകാശത്തേക്കുള്ള മിഅ്റാജിന് റബ്ബ് തെരഞ്ഞെടുത്ത സ്ഥാനം ഖുബ്ബത്തുസ് സഖറ എന്ന് ഇന്ന് കാണുന്ന സ്വർണ്ണ കുബ്ബയുള്ളൊരു പള്ളിയുണ്ട്. അതല്ല ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് അതിന്റെ മുമ്പിലാണ്, ഒരു 100-200 മീറ്റർ മുമ്പിലാണ്. ഒരു കറുപ്പ് നിറമുള്ള കുബ്ബയാണ് ബൈത്തുൽ മുഖദ്ദസിന്. പക്ഷെ കാണാനും ചിത്രം കാണാൻ രസം ഈ സ്വർണ്ണ കുബ്ബ. അപ്പൊ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കുബ്ബ എല്ലാവരും കാണിച്ചു കൊടുക്കുക. അതല്ല ബൈത്തുൽ മുഖദ്ദസ്. സ്വർണ്ണ കുബ്ബ എന്ന് പറഞ്ഞത് അന്ന് പള്ളിയില്ല, അതിന്റെ ഉള്ളിൽ ഒരു പാറയാണ്. നമ്മുടെ ഈ സ്റ്റേജിനെക്കാളും ഒരു 3-4 ഇരട്ടി വലുപ്പമുള്ള ഒരു പാറയാണ്. ആ പാറയുടെ മുകളിൽ നിന്നാണ് ആകാശലോകത്തേക്ക് പോയത്. ആ പാറന്റെ മുകളിൽ അതിന്റെ ബഹുമാന സൂചകാർത്ഥം അബ്ദുൽ മലിക് ബിൻ മർവാൻ ഉണ്ടാക്കിയ പള്ളിയാണ് ഇന്ന് കാണുന്ന സ്വർണ്ണ കൂടാരം, സ്വർണ്ണ കുബ്ബല്ലേ ആ കുബ്ബ. അതല്ല മസ്ജിദുൽ അഖ്സ. അതിന്റെ പേര് ഖുബ്ബത്തുസ് സഖറ മസ്ജിദ് എന്നാ. മസ്ജിദ് ഖുബ്ബത്തുസ് സഖറ. അവിടുന്നാണ് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല, ആകാശ ലോകത്തേക്ക് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് കൊണ്ടൊരു റൂഹാനിയായ യാത്ര നടത്തണമെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് നിങ്ങളുടെ ഖൽബിൽ വേണം. ബൈത്തുൽ മുഖദ്ദസിനോട് ഹുബ്ബില്ലാതെ അള്ളാഹുവിന്റെ മലക്കൂത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കാനാണ് പുണ്യ നബി അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ പള്ളിയാണ്, അത് ഈ ഉമ്മത്തിന്റെ ഭാഗമാണ്. ഈ ഉമ്മത്തിന്റെ ഭാഗമാണ് ബൈത്തുൽ മുഖദ്ദസ്. പുണ്യ നബി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ രാത്രിയാണ്. രാത്രിയിൽ ആരെങ്കിലും പള്ളിയിലുണ്ടാവോ? ആരുണ്ടാവില്ല. പക്ഷേ ബുറാക്കിനെ കെട്ടിയിട്ട് നബി ഞങ്ങൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോ അവിടെ 1,24,000 ഒരു നമ്പിയെ നിസ്കരിക്കാനുള്ള സംവിധാനം ഒരുങ്ങി. അമ്പിയാക്കന്മാർ മുഴുവനും വന്നിരിക്കുകയാണ് അവിടെ. ബൈത്തുൽ മുഖദ്ദസിന്റെ കോമ്പൗണ്ട് വലിയൊരു കോമ്പൗണ്ടാ. അവിടെ 10 ലക്ഷം വന്നിരുന്നാലും അവിടെ ഇരിക്കാൻ പറ്റും. അത്രയും വിശാലമായ കോമ്പൗണ്ടാണിത്. 1,24,000 അമ്പിയാക്കന്മാർ അല്ലാഹു തആല പുനർജന്മം കൊടുത്തു. അല്ലാഹു അതിന് കഴിയും. ഇത് മുഅ്മിന് വിശ്വസിക്കാൻ ഒരു പ്രയാസമല്ല. ആമന്നാ ബി, നമ്മളത് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹു എന്തിനു കഴിയില്ലേ? പുണ്യ നബി ഞങ്ങൾ ചെല്ലുമ്പോഴുണ്ട് ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിയെ ആകാശലോകത്ത് കണ്ടു, ഭൂമിയിൽ നിന്നും കണ്ടു. അത് അത്ഭുതം. യഹ്യാ നബിയെയും ഭൂമിയിൽ നിന്ന് കണ്ടു. യൂസുഫ് നബിയെ ഭൂമിയിൽ കണ്ടു, ആകാശത്ത് കണ്ടു. ഇദ്രീസ് നബിയെ ഭൂമിയിൽ നിന്ന് കണ്ടു, അവിടെ നിന്ന് കണ്ടു. മൂസ നബിയെയും ഹാറൂൻ നബി ഇബ്രാഹിം നബിയെയും ഭൂമിയിൽ നിന്നും കണ്ടു, ആകാശത്തും കണ്ടു. ഈസാ നബിയെ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചു. ഈസാ നബിയെ ഞാൻ കണ്ടു അലൈഹിസ്സലാം. 2ാം ആകാശത്ത് വെച്ച് കണ്ട കഥയാണ് പറഞ്ഞത്. ഈസാ നബിയെ ഞാൻ കാണുമ്പോ അവരുടെ മുടിയിൽ നിന്ന് മുത്തുപോലോത്തത് ഇങ്ങനെ വീഴുന്നുണ്ട് എന്ന് തോന്നും. അത്രയും കുളിച്ചിറങ്ങി നിൽക്കുന്ന പോലെ ചുവപ്പ് ധാരാളമുള്ള, അല്ലെങ്കിൽ വെളുപ്പോടുകൂടെ ചുവപ്പ് കലർന്ന, പാകത്തെ നീളമുള്ള, വിശാലമായ തോളിടമുള്ള മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. എന്ന് പറഞ്ഞ അവരുടെ മുഖത്ത് കാക്കാപ്പുള്ളി ഉണ്ട് പലയിടങ്ങളിലും എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഈസാ നബിയെ കണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കണ്ടിട്ട് തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം മൂസാ നബിയുടെ രൂപം പറഞ്ഞു.
ശനു ആ ഗോത്രത്തിലെ ആളുകളെ പോലെ എന്ന് പറഞ്ഞു നബി തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനെ. മൂസാ നബി ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് സംസാരിക്കുന്നത് അവിടെ നിന്ന് കണ്ടു നബി തങ്ങൾ ആകാശ ലോകത്ത് നിന്ന്. പിന്നുണ്ട് ഭയങ്കര കരച്ചില്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ ജിബ്രീലേ, എന്താണ് അവര് കരയുന്നത്? അപ്പൊ പറഞ്ഞു, നബിയെ, അവര് പറയാണ് അവരുടെ മക്കളിൽ ഒരു കുട്ടി വരും, ആ കുട്ടിയുടെ സമുദായം എന്റെ ഉമ്മത്തിനേക്കാളും ഒരുപാട് വരുന്നൊരു സമുദായമാണ്. ഈ ഉമ്മത്തിന്റെ നബിയെ കുറിച്ചാണ് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്. സന്തോഷം കൊണ്ട് കരയാണ്, അത് അസൂയ കൊണ്ടുള്ള കരച്ചിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ ഇബ്രാഹിം നബിയെ ഞാൻ കണ്ടു. ആ ഇബ്രാഹിം നബിയുടെ രൂപം, അതിനോട് സാദൃശ്യമുള്ള രൂപം, സാഹിബുക്കും ഹാദാ, നിങ്ങളുടെ കൂട്ടുകാരനായ ഞാനാണ്. റസൂലുള്ളാഹി തങ്ങളെ പോലെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. നബിന്റെ വല്യാപ്പയല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം? നേരെ വല്യാപ്പ ഇസ്മായിൽ നബി, ഇസ്മായിൽ നബിന്റെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വല്യപ്പ എന്ന് പറഞ്ഞ 2-3 ഒരുപാട് തലമുറകൾക്കപ്പുറം അമ്പിയാക്കന്മാരൊക്കെ വിശുദ്ധ ആ സമയം നിൽക്കുകയാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം 1,24,000 അമ്പിയാക്കന്മാര് കാത്തിരിക്കുകയാണ് അവിടെ. അവിടെ വേറെ സംസാരങ്ങളൊന്നുമില്ല. പുണ്യ നബി ഞങ്ങൾ എല്ലാവരെയും കാണുന്നു. ജിബ്രീൽ ഞങ്ങൾ കൈപിടിച്ചു കൊണ്ടുവരുന്നു മുമ്പിലേക്ക്. നബിയെ, സ്വല്ലി റക്അതൈൻ, 2 റക്അത്ത് നിസ്കരിക്കണേ നബിയെ. എന്റെ മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, നിസ്കാരം അത് ചെറിയ വിഷയമല്ല. നമ്മുടെ പിടിക്കയറ നിസ്കാരം അത് നിങ്ങൾ ഖളാക്കി കഴിഞ്ഞു. അത് ക്ലിയർ ആണെങ്കിൽ ബാക്കിയൊക്കെ രക്ഷപ്പെടും. ഒരുവിധം നിസ്കാരം ക്ലിയർ അല്ലേ, രക്ഷപ്പെടാൻ കഴിയില്ല മുഅ്മിനെ. ബൈനനാ വ ബൈനൽ കുഫ്രി തർക്കുസ് സ്വലാ, നമ്മളും അവിശ്വാസവും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം നിസ്കാരം കൊണ്ടു നടക്കുന്നവരാ നമ്മൾ. കുഫറിന്റെ ആളുകൾക്ക് നിസ്കാരമില്ല. നമ്മുടെ നിസ്കാരം അത് പൊന്നുപോലെ നോക്കണേ കുട്ടികളെ. സ്കൂളിൽ പോയാലും നിസ്കാരം ഖളാക്കല്ലേ, കോളേജിൽ പോയാലും നിസ്കാരം ഖളാക്കല്ലേ. ജോലിയിലാണെന്ന് പറഞ്ഞ അന്നോട് എന്ത് കാരണം നമ്മൾ പറയാം? ജോലി കുറച്ച് ടൈപ്പ് ചെയ്യണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചില്ല എന്നോ? ഇതല്ലേ നിങ്ങളെ ജോലി എന്ന് പറഞ്ഞാൽ? കുറച്ച് ഡാറ്റ എൻ്റർ ചെയ്യാണ്ടായിരുന്നു, മുതലാളി പറഞ്ഞത്. അല്ല പറഞ്ഞു കേൾക്കാൻ നിൽക്കുന്ന നേരല്ല, മുതലാളി പറഞ്ഞു കേൾക്കാൻ നേരണ്ടല്ല. യാ അല്ലാ, ജോലിക്ക് നീ ഓൺ ടൈമാണ്, നിസ്കാരത്തിനോ അത് തോന്നിയ പോലെയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹു അക്ബർ, അള്ളാഹുവേ നിന്റെ വിഷയം ഏറ്റവും വലിയ വിഷയമാണ്. എന്റെ കുടുംബജീവിതത്തിൽ ഭാര്യയുമായി കച്ചറയും പ്രശ്നമൊക്കെ ഉണ്ട്, അത് വിഷയമല്ല. എന്റെ റബ്ബേ നിന്റെ വിഷയം വലുതാണ്. എനിക്ക് കടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അള്ളാഹുവേ നിന്റെ വിഷയം അതിലും വലുതാണ്. അള്ളാഹു എനിക്ക് അസുഖമുണ്ട്, കുട്ടിക്ക് അസുഖമുണ്ട്, അതൊക്കെ ഇപ്പം മറക്ക്. അല്ലാഹു അക്ബർ, അള്ളാഹിന്റെ വിഷയം അതിലും വലുതാണ്. നിന്റെ എക്സാമും നിന്റെ ജോലിയും നിന്റെ കച്ചവടവും ഇതൊക്കെ വലുതാ. അള്ളാഹുവിന്റെ വിഷയം അതിലും വലുതാണ്. അതൊക്കെ പുറത്തേക്കെറി. അല്ലാഹു അക്ബർ, അതാണ് തക്ബീറിന്റെ അർത്ഥം. നിന്റെ ടെൻഷനൊക്കെ ബാക്കിൽ വിടണം. ഇൻഡിഗോ ഫ്ലൈറ്റിന്റെ ക്യാബിനിലേക്ക് കയറുന്നിടത്തുണ്ട് ഒരു ചില സ്റ്റിക്കർ, ചില ഫ്ലൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. പൈലറ്റുമാരോട് പറയാ, ലീവ് യുവർ വറീസ് ബിഹൈൻഡ് ദിസ് ഡോർ. നിങ്ങളുടെ ടെൻഷനൊക്കെ ഈ ഡോറിന്റെ പുറത്തിട്ടിട്ട് ഉള്ളിൽ കയറിയാൽ മതി കേട്ടോ. ടെൻഷനും പിടിച്ചത് ഓടിക്കാൻ നിന്നാലേ. അള്ളാന്റെ മുമ്പിൽ ചെല്ലുമ്പോ ഇതൊന്നും ഒരു ടെൻഷനും ഓർക്കരുത്. നിന്റെ കടോ നിനക്ക് ക്യാൻസർ രോഗം വരെ വന്നേക്കാം, അള്ളാഹ് കാക്കട്ടെ. അക്രമക്കുമുല്ലാഹ്, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. എന്നാലും നിസ്കരിക്കുമ്പോ റബ്ബേ എന്റെ അസുഖവും അതിന്റെ വേദനയൊന്നും ഒന്നുമല്ല റബ്ബേ, നീയാണ് വലുത്. അല്ലാഹു അക്ബർ. നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടോ? ഹസൻ ബസ്രി തങ്ങൾ പറയാ, ഇയ്യാക സുമ്മ ഇയ്യാക അൻ യൽതഫിത വജ്ഹുക ഇലാ ഗൈരില്ലാഹ് ബഅദ അൻ തഖൂല അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നിന്റെ മനസ്സ് അല്ലാഹു അല്ലാത്ത ഒന്നിലേക്കും പോകരുത് ട്ടോ. നിന്റെ കണ്ണുകൊണ്ട് അല്ലാഹു അല്ലാത്ത ഒന്നിലേക്കും നീ പോകല്ലേ, ഖൽബ് കൊണ്ട് പോകല്ലേ. അള്ളാഹുവാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞിട്ട് തക്ബീർ ചൊല്ലിയാണ്. എന്നിട്ട് ആലോചിക്കേണ്ടത് വേറെ എവിടെയെങ്കിലും പോയിട്ട് വരെ ഇമാമ സലാം പോയിട്ടും അങ്ങനെ കുത്യം പറഞ്ഞ് എണീറ്റ് പോരെ. ഇതൊക്കെ എന്ത് നിസ്കാരം? ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ റഹ്മാനായ റബ്ബന്നെ വേണം, അല്ലെങ്കിൽ ആര് സ്വീകരിക്കും? അള്ളാഹിന്റെ കരുണ കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലുള്ളൂ. 5 നേരത്തെ നിസ്കാരം, ആകെ ഒരു 25 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം ചോദിക്കുന്നുള്ളൂ. അതന്നെ നമ്മൾ ഇടങ്ങേറായിട്ടാണ് കൊടുക്കേണ്ടത് അല്ലേ? അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ മനസ്സമാധാനം ഉണ്ടാവട്ടെ. ബിലാലെ വാങ്ക് കൊടുത്തോളൂ, ഇഖാമത്ത് കൊടുക്കിൻ ബിലാലെ, മനസ്സിന് സമാധാനം വരട്ടെ. എങ്ങനെ നിസ്കരിക്കാൻ ഇഖാമത്ത് കൊടുക്കിൻ എന്ന് പറയാൻ നബി തങ്ങൾ ഉപയോഗിക്കുന്ന വാക്കെന്താ? ബിലാലെ ആ നിസ്കാരം കൊണ്ട് മനസ്സമാധാനം തരൂ. നമ്മളിപ്പോ ഇമാമിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പം പെരീന്ന് നിസ്കരിക്കാം. അല്ലെങ്കിൽ പള്ളിയിൽ മുല്ലാക്കാനോട് ദേഷ്യം, അപ്പൊ പിന്നെ വേറെ എവിടെയെങ്കിലും പോയിട്ട് നിസ്കരിക്കുക. അല്ലെ ആ പള്ളി കമ്മിറ്റിക്കാർ ഏതെങ്കിലും ഒരാളോട് ദേഷ്യമാണ്, അപ്പൊ പിന്നെ ജന്മത്തിൽ പള്ളിക്ക് വരില്ല, പരിയുന്ന പിന്നെ നിസ്കാരം. പൊന്നാര മുഅ്മിനെ, ഈ വക കളിയൊന്നും പറ്റൂല.
അള്ളാഹിന്റെ മസ്ജിദ് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനുള്ളത്, നാട്ടുകാരെ കണ്ടുള്ളതല്ല. നീ നിസ്കരിക്കുന്ന അള്ളാഹുവിനോടാണ്, അള്ളാഹുവിനോടാണ് ഇബാദത്ത് ചെയ്യുന്നത് അല്ലേ? അള്ളാഹുവിനോടാണ്. അങ്ങനെയാണ് നമ്മുടെ ഇബാദത്ത്, അള്ളാഹുവിനോടാണ്.